എല്ലാവർക്കും നമ്മളുടെ NMMS പാർട്ട് 2 ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് 30 വരെയുള്ള സ്ക്വയേഴ്സ് ആണ്. ഇത് ഞാനല്ല പഠിപ്പിക്കുന്നത്, ഇത് പഠിപ്പിക്കാനായി നമ്മുടെ പുതിയൊരു മാഷിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് മാഷ്. നമസ്കാരം. ഹരീഷ് മാഷാണ്. നിങ്ങളന്ന് 30 വരെയുള്ള സ്ക്വയേഴ്സ് പഠിപ്പിക്കുന്ന മാഷായിരിക്കും. അപ്പൊ ഞാൻ ഈ ആയുധങ്ങൾ മാഷിന് കൊടുക്കുന്നു. ഞാൻ പുറകിലുണ്ടാവും. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ NMMS പരീക്ഷയിൽ ഈ സ്ക്വയേഴ്സ് നമുക്ക് പെട്ടെന്ന്, കാരണം കുറേ സമയം ആലോചിക്കാനുള്ള സമയം ഉണ്ടാവില്ല, അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ കിട്ടണം. ഇപ്പോൾ നമ്മൾ 10 വരെയുള്ള സംഖ്യകളെ സ്ക്വയർ നിങ്ങൾ ബൈഹാർട്ടാക്കിയിട്ടുണ്ടാവും. 10ന് ശേഷമുള്ളത് പെട്ടെന്ന് ബൈഹാർട്ടാക്കി നല്ലതാണ്, പക്ഷേ എന്നാലും അഥവാ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ കണ്ടെത്താൻ എളുപ്പവഴിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഗുണനം 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ ഗുണനങ്ങൾ വളരെ പെട്ടെന്ന് 8 ഗുണിക്കണം 9 എന്ന് പെട്ടെന്ന് ചോദിച്ചാൽ അപ്പം തന്നെ നമുക്ക് 72 എന്ന് പറയാനുള്ള രീതിയിൽ അതൊക്കെ നിങ്ങൾ ബൈഹാർട്ടാക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഇത് കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം 11 മുതൽ തുടങ്ങാം. 11 ഗുണിക്കണം 11 ബൈഹാർട്ടാക്കി നമുക്ക് 121 അറിയാം. പക്ഷെ നമ്മളത് അഥവാ മറന്നു പോവുകയാണെങ്കിൽ ഇതിന്റെ ഈ 121 എങ്ങനെയാ കിട്ടിയതെന്ന് വെച്ചാൽ 11നോട് 1 കൂട്ടുക, ആദ്യത്തെ സംഖ്യ. ഈ 11 1 കൂട്ടിയാൽ 12, പിന്നെ 1 × 1 121. ക്ലിയർ ആണല്ലോ. ഇനി അതുപോലെ നമ്മൾ അടുത്ത സംഖ്യ എടുക്കുക, 12 ഗുണിക്കണം 12. ആദ്യത്തെ സ്ക്വയേഴ്സ് 12 സ്ക്വയേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 12 എന്ന സംഖ്യയോട് നമ്മൾ ഈ സ്ക്വയേഴ്സിന്റെ സംഖ്യയുടെ സെക്കൻഡ് നമ്പർ, അതായത് 12 + 2 എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഏതാ 12 കൂട്ടണം 2 14. പിന്നെ നമ്മൾ ചെയ്യുന്ന 2 ഗുണിക്കണം 2 ഇത്രയാണല്ലോ. അപ്പോൾ 4, അപ്പോൾ 144. പിന്നെ 13 ഗുണിക്കണം 13 ഇതേ രീതി 13 + 3 16 3 ഗുണി 9 അപ്പോൾ 169. ഇനി നമ്മൾ എടുക്കുക 14 ഗുണിക്കണം 14. ഇവിടെ നമ്മൾ ചെറിയൊരു സംഖ്യ ഏഡ് ചെയ്യാണ്ടാവും. കാരണം വെച്ചാൽ 14 4 കൂട്ടിയതിന് ശേഷം 18, അത് നമ്മൾ മനസ്സിൽ വെക്കുക. 18 എന്ന സംഖ്യ, പിന്നെ 4 × 4 16, ബാക്കി 1, അതായത് 16 2 നമ്പർ ഉണ്ട്, ബാക്കി 1. അപ്പോൾ 18 + 1 19 6. ക്ലിയറാണല്ലോ. ഇനി 15 ഗുണിക്കണം 15. 15 ഗുണിക്കണം 15 225. അത് നമുക്ക് അല്ലാതെ തന്നെ വേറൊരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 5-ന് അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണാൻ നമ്മൾ ആദ്യത്തെ സംഖ്യനെ തൊട്ട നമ്പർ, അതായത് 1ന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ എത്രയാ? 2. 1 ഗുണിക്കണം 2 2 5 25. നേരെ വിളിച്ച് 25 ആണെങ്കിൽ നമുക്ക് അതതിന്റെ ഇടയിലൊന്നും പറയാം. ഞാൻ 25 25 ആണെങ്കിൽ 2ന്റെ തൊട്ട നമ്പർ 3, 2 ഗുണിക്കണം 3 6 5 25 625. അങ്ങനെ അതേ രീതിയിൽ 35 ഗുണിക്കണം 35 ആണെങ്കിൽ 3 × 4 12 5 25. അത് ഞങ്ങൾക്ക് ഇതേ രീതിയിൽ നമുക്ക് ബാക്കി എല്ലാ 5-ന് അവസാനിക സംഖ്യ 95 വരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഞാൻ വീണ്ടും ഇടയിൽ വരിക. അപ്പം 15 × 15 25 16. 16 × 16 സമം 16 6 എത്രയാ? 22. 6 36. 36ന്റെ ബാക്കി 3 ഉണ്ട്. അപ്പോൾ 22നോട് 3 കൂട്ടാം, അപ്പോൾ 25. 276. കേരളല്ലേ? അപ്പൊ ഇനി അടുത്തത് 17 ഗുണിക്കണം 17. 17 7 24. 7 49 9 വഴി ഉണ്ട് അവസാന സംഖ്യ, ബാക്കി 4 24നോട് കൂട്ടുന്ന 289. പിന്നെ 18 ഗുണിക്കണം 18. 18നോട് 8 കൂട്ടുന്ന 26. 8 64ന്റെ ആ 4 വഴി എഴുതി, ബാക്കി 6. അപ്പോൾ 26 6 324. 19 ഗുണിക്കണം 19. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാനിത് ഈ ഐഡിയ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത്രയും കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ച് ഗസ് ചെയ്ത് 19 19 എത്രയായിരിക്കും? ആദ്യം തന്നെ 19നോട് 9 കൂട്ടുന്ന 28. മെമ്മറിയിൽ വെക്കുക, മനസ്സിൽ വെക്കുക. 9 81 ബാക്കി 8. അപ്പോൾ 19 28 8 36 1. ഇതുവേ നമുക്ക് ഈസിയിൽ അറിയാം. നമുക്ക് 0 വരുന്ന സംഖ്യകളായതുകൊണ്ട് നമുക്ക് സമം
400. അപ്പൊ 20 വരെയുള്ളതിന്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നമ്മൾ 20 ശേഷം ഉള്ള, അതായത് 21 മുതൽ 30 വരെയുള്ളതും കൂടെ നമുക്ക് പറയാം. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ 20 വരെയുള്ള ആദ്യങ്ങൾ പഠിക്കുക. അടുത്ത ഇതേ രീതിയിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. 30 വരുമ്പോൾ നമ്മള് പിന്നെ 21 മുതൽ നമ്മള് 21 കൂടെ പറയാം. ഓക്കെ, 21 കൂടെ പറയാം. 21 ഗുണിക്കണം 21. ചെറിയ ഏത് മെമ്മറിയിൽ വെക്കണം. 21 ഗുണിക്കണം 21 ആകുമ്പോൾ 21 22 ആദ്യം കൂട്ടി അതിനുശേഷം നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അതായത് ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ 2 ആയതുകൊണ്ട് ഈ കൂട്ടി ഒന്നിനോട് കൂട്ടി കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ എന്ത് ചെയ്യണോ 2 എന്ന സംഖ്യയോട് വീണ്ടും ഗുണിക്കാം. അപ്പൊ 21 പ്ലസ് 1 22 ഇൻറ്റു 2 44. 44 അവസാനത്തെ 2 സംഖ്യകൾ ഗുണിക്കുക 441. ഇതൊരു ക്ലിയർ ആണ്. അതേപോലെ 22 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ 22നോട് 2 കൂട്ടുന്ന 24, അതിന്റെ ഇരട്ടി 48, 2 2 4, അപ്പൊ 484. ഇനി നമ്മൾ ഇതിന് ഇതുപോലെ അവസാനത്തെ 2 സംഖ്യകൾ നമ്മൾ ഗുണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ ബാക്കി വരികയാണെങ്കിൽ ആദ്യത്തെ നമ്മൾ ഈ 22 2 കൂട്ടിയിട്ട് അതിന്റെ ഇരട്ടി കണ്ട് അതുപോലെ ബാക്കി വരികയാണെങ്കിൽ അതിനോട് ബാക്കി വന്ന സംഖ്യ കൂടെ കൂട്ടാം. ഇനി ഞാൻ കൂടുതൽ പറഞ്ഞില്ല, ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ പറ്റൂ. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗൈസ്, ഇതാണ് നമ്മളുടെ പുതിയ മാഷ് പഠിപ്പിച്ചത്. യെസ്, കമിൻ. ആകാശ്, നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു 100 ലൈക്ക് എത്തിച്ചാൽ ആകാശ് ഇവിടെ ക്ലാസ് എടുക്കാൻ വരും, പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഓക്കെ, പോലെ വാ. അപ്പൊ ആകാശ് ഇനി എല്ലാ വീഡിയോയിലും നമ്മൾ ഉണ്ടാവും. പിന്നെ നോക്ക് ആകാശേ, അവിടെ കണ്ടോ, നമ്മളാ പുതിയ മാഷ് പഠിപ്പിച്ചതാ. പുതിയ മാഷ് പഠിപ്പിച്ചതുണ്ടോ? അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള 22 വരെയാണ് മാഷ് ഇപ്പൊ പഠിപ്പിച്ചത്. ബാക്കി 30 വരെയുള്ള നിങ്ങള് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഇപ്പൊ 20 വരെ വേറെ മെത്തേഡ്, അതിനുശേഷം 2 കൊണ്ടാണ് ഇവിടെ മീൻസ് ലാസ്റ്റ് ഉള്ള നമ്പർ കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അത് മാഷ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെ എല്ലാം നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മളെ NMMS ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ.